ശ്രീ വിനു കിരിയത്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് കോടതി ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ, പ്രത്യേകിച്ച് രഞ്ജിനിയുടെ ഹർജി സിംഗിൾ ബെഞ്ചിൽ ഫയൽ ചെയ്താനിരിക്കുകയാണ്. അതുകൊണ്ട് ആ സ്റ്റേ ഓർഡർ ഒന്നും വന്നിട്ടില്ല എങ്കിൽ കൃത്യം 2:30 തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരും. ഇപ്പോഴും ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവസാന നിമിഷം പുറത്തുവരാനിരിക്കുമ്പോഴും ചില ഇടപെടലുകൾ പുറത്തു വരാതിരിക്കാനും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഭയക്കുന്നത് സാംസ്കാരിക കേരളത്തിൽ? ഇത് രണ്ട് പഴഞ്ചൊല്ലുകൾ പറയാം. ഒന്ന് പുലി വരുന്നേ പുലി, അതുപോലെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇന്ന് വരുന്ന ആളെ പിന്നൊന്ന് വളർത്തിയത് നീയേ ചാപ്പ, കൊല്ലിച്ചത് നീയേ ചാപ്പ, അല്ലേ? ഇതാ കൊടുത്തവർ തന്നെ ഇത് വീണ്ടും വീണ്ടും ഇത് നീട്ടിക്കൊണ്ട് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതിനകത്ത് എന്ത് കണ്ടന്റ് ഉണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് ഒരുവിധമൊക്കെ അറിയാം. ഇനി ഇത് വെച്ചിട്ട് ജനങ്ങളുടെ നികുതി പണം എടുത്ത് വെച്ചിട്ട് ഞാൻ സർക്കാരിനോട് ഒപ്പം നിൽക്കുകയാണ്. ഇത് വെളി വരണം. സർക്കാർ പറയുന്നതിനോട് തന്നെയാണ് നമ്മളൊക്കെ യോജിക്കുന്നത്. പുറത്ത് വരട്ടേന്നേ. ഇത് ആരാണ് ഇതിനെ ഭയക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഭയക്കുന്നത്? രണ്ടും ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് ഇവിടെ. ഇത് 5 വർഷമായില്ലേ? 5 വർഷം വരെ ഇവരാരും ഞങ്ങൾക്ക് ഇതിന്റെ കോപ്പി വേണമെന്നൊന്നും ആരും പറയാത്തെന്താ? ഇപ്പൊ എന്താ അതിന്റെ കാര്യം? ഞങ്ങൾക്ക് അറിയണം എന്റെ കണ്ടന്റ്, ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇപ്പൊ പോയത് ഈ 5 വർഷം. ഇപ്പൊ പത്രക്കാർ ഇടപെട്ടിട്ടാണല്ലോ ഇത് പുറത്തു വരുന്നത്, അല്ലേ? പത്രങ്ങളില്ലെങ്കിൽ ഇപ്പോഴും വെളിയിൽ വരില്ലല്ലോ. പത്രക്കാര് വിവരാവകാശം വഴി അതിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണല്ലോ. അപ്പൊ വീണ്ടും ഇത് പ്രശ്നം ഉണ്ടാക്കി ഇത് സ്റ്റേ വെച്ചിട്ട് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. ഇനി ഇവരാരും ഇങ്ങനത്തെ ഒരു കാര്യമായിട്ട് ഇറങ്ങരുത്. ഇത് നോക്കൂ, സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനും കൂടെ ഇൻട്രസ്റ്റ് ഉള്ള ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണത്, ഇല്ലേ? അല്ലാതെ അവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് എല്ലാവരും വിചാരിക്കുന്ന പോലെ എന്തെന്നോ വലിയ അടൽസൊള്ളി സാധനങ്ങൾ ഒന്നും അല്ല കേട്ടോ. അതെനിക്ക് ഉറപ്പുണ്ട്. അത് ഒക്കെ ഒരു പാർട്ട്. ബാക്കി മെന്റൽ ഹറാസ്മെന്റും കാര്യങ്ങൾ, ബാക്കി ഒരേ പോലെ തുല്യ അവകാശം, അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. തുല്യ അവകാശം സ്ത്രീകൾക്കും വേണം എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതൊക്കെ ആണല്ലോ. അതായത് പബ്ലിക് വിചാരിക്കും ഇതിനകത്ത് മോശമായിട്ടാണ് ഫുൾ എന്തോന്നോ ഉള്ള പോലെ. അപ്പൊ അതല്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞത് പുറത്ത് വിട്ട് അതിനകത്ത് എന്തൊക്കെയാണ്. എന്തായാലും ഇത് ഫിൽറ്റേർഡ് ആയിരിക്കും. എല്ലാം ഒന്നും പുറത്ത് വരാൻ പോണില്ല. ഒരു പ്രഹസനം തന്നെ ആയിരിക്കും എന്തായാലും. ശ്രീ വിനു കിരിയത്ത്, ഇവിടെ സ്വകാര്യതയെ ലംഘിക്കുന്ന റിപ്പോർട്ടുകൾ, ആ പേജുകളൊന്നും ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സുതാര്യത സംബന്ധിച്ച് ഇപ്പോഴും ചില ആശങ്കകൾ നിഴലിക്കുകയാണ്. കാരണം കൃത്യമായ ഒരു പഠന റിപ്പോർട്ടാണ്. അതിൽ ആരൊക്കെയാണ് പ്രതിസ്ഥാനത്ത് എന്നുള്ളത് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ആരാൽ വഴിയാണ് ചൂഷണം ചെയ്യപ്പെട്ടത് എന്നൊക്കെയുള്ളത് പുറത്തു വന്നാൽ മാത്രമേ നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് വെറും ഒരു പഠന റിപ്പോർട്ടായി മാത്രം ഏതെങ്കിലും അലമാരയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ആശങ്ക താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും. ആർക്കാണ്? ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവർക്കും സ്വകാര്യതയുണ്ട്. സ്വകാര്യത കുറച്ചു പേർക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ ബാക്കിയുള്ള ഇപ്പൊ ദിലീപിന്റെ ഇഷ്യൂ വന്നപ്പോൾ ദിലീപിന്റെ പേര് പുറത്തു വന്നില്ലേ? വിജയ് ബാബുവിന്റെ പേര് പുറത്തു വന്നില്ലേ? അപ്പം സ്വകാര്യത എല്ലാവർക്കും ഉണ്ട്. അപ്പൊ കുറച്ചു പേർക്ക് വേണ്ടി സ്വകാര്യത ഒളിച്ചു വെക്കണം, ബാക്കിയുള്ളവർക്ക് വേണ്ടി സ്വകാര്യത എന്ന് പറയുന്ന സിസ്റ്റത്തോടൊന്നും എന്തോ ഇത് എന്റെ അഭിപ്രായമാണ്. ബാക്കി നമുക്ക് അറിയില്ല. എന്തായാലും ഇത് വലിയ രീതിയിലൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ വിനു കിരിയത്ത് പ്രതികരിച്ചതിന്.